ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെനു ഹണി റോസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രീ മേക്കപ്പ് ക്ലാസിന്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് പോയി കാണുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ മേക്കപ്പ്. അത് നമുക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സ്കിന്നിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്കിൻ ടോൺ. സ്കിൻ ടോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മേക്കപ്പ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്കിൻ ടോൺ ആണ്. നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിക് ആയിട്ടുള്ള നല്ല അടിപൊളി സ്കിൻ കളറും അതുപോലെ തന്നെ സ്കിൻ ടോണും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ ടോൺ നോക്കിയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ മേക്കപ്പ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം നമ്മളൊരു മേക്കപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്പിലുള്ള സ്കിൻ ടൈപ്പ് ഉണ്ട്. അപ്പൊ ആ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം നമ്മൾ അവരുടെ സ്കിൻ ടൈപ്പും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള സ്കിൻ ടോണും നോക്കിയാണ് നമ്മളൊരു മേക്കപ്പ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മുടെ സ്കിൻ ടോൺ ആണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ സ്കിൻ ടോണിന് ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൻ കളറും ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൻ ടോണും ഉള്ളത് കാരണം നമുക്ക് ഒരു മേക്കപ്പ് ചെയ്യുമ്പോഴേക്കും അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്കിൻ ടോൺ. എന്താണ് സ്കിൻ ടോൺ എന്നാണ്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്കിൻ കളർ ഉണ്ട്, സ്കിൻ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ സ്കിൻ ടോൺ എന്ന് പറയുന്നത് എന്താണ്? സ്കിൻ ടോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കളറിനെയാണ് നമ്മൾ സ്കിൻ ടോൺ എന്ന് പറയുന്നത്. അപ്പൊ യൂണിക് ആയിട്ടുള്ള നല്ല സ്കിൻ ടോൺ ഉണ്ടാവും, അതുപോലെ തന്നെ യൂണിക് ആയിട്ടുള്ള നല്ല സ്കിൻ കളർ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഓരോ സ്കിൻ ടോൺ അല്ല വരുന്നത്, പലർക്കും പല രീതിയിലുള്ള സ്കിൻ ടോൺ ആണ് വരുന്നത്. ഡിഫറെന്റ് ടൈപ്പ് സ്കിൻ ടൈപ്പ് വരുമ്പോൾ തന്നെ അതുപോലെ തന്നെയാണ് സ്കിൻ ടോണിലും നമുക്ക് വ്യത്യാസം വരും. അപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവരവരുടെ സ്കിൻ ടോണിന് അനുസരിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ വേണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ ഫർദർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് നമുക്ക് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാം എന്നുള്ളത്. അപ്പൊ അതിനു മുന്നേ നമ്മുടെ സ്കിൻ ടോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഫെയർ, മീഡിയം, ഡാർക്ക് ഓർ ഡസ്റ്റി, ഈ ഒരു ടോണാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരു ഫൗണ്ടേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ഡീപ്പായിട്ട് അല്ലെങ്കിൽ ആ സ്കിൻ ടോണിനെ കുറിച്ച് നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് പക്ക പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ നമുക്കിപ്പോ ഇവിടെ കാണാം വെരി ഫെയർ, ഫെയർ. അപ്പോൾ ഈ ഒരു ഫെയറിന്റെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വെരി ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോണും ഉണ്ടാവും, ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോണും ഉണ്ടാവും. അപ്പൊ വെരി ഫെയറും ഫെയർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫെയർ ടോണില് നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മീഡിയം. മീഡിയത്തിൽ ലൈറ്റ്, അതുപോലെ തന്നെ മീഡിയം, മീഡിയം ടാൻ. ഇത് ഇത്രയും നമ്മൾ മീഡിയം സ്കിൻ ടോണിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ ഡാർക്ക് ഓർ ഡസ്കി, അതിൽ ടാൻ, അതുപോലെ തന്നെ ഡീപ്പ് ഓർ ഡസ്കി, അത് നമ്മൾ ഏതിലാണ് പെടുത്തുന്നത്? ഡാർക്ക് ഓർ ഡസ്കി സ്കിൻ ടോണിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫെയറിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മീഡിയത്തിൽ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് ഓർ ഡസ്കി സ്കിന്നിലും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെവലിലാണ് നമ്മുടെ സ്കിൻ ടോൺ നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ കുറെ പ്രാവശ്യം നമ്മുടെ ഫൗണ്ടേഷൻ വെച്ചിട്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ ഇന്ന സ്കിന്നിന് ഇന്ന ടോൺ അനുസരിച്ച് നമുക്ക് ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസിക് മേക്കപ്പ് ആണ്. ബേസിക് ഓഫ് മേക്കപ്പ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മൾ ബേസിക് ഓഫ് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. CTM ആണ്, CTM അല്ലെങ്കിൽ CTSM ആണ്. അപ്പോ CTM എന്താണ്, CTSM എന്താണ് എന്നുള്ളതായിരിക്കും കൺഫ്യൂഷൻ വരുന്നത്. CTM എന്ന് പറയുമ്പോൾ ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, ഇതാണ് CTM എന്ന് പറയുന്നത്. CTSM എന്ന് പറയുമ്പോൾ ക്ലെൻസിങ്, ടോണിങ്, അതുപോലെ തന്നെ സിറം പ്ലസ് മോയ്സ്ചറൈസിങ്, ഇതാണ് CTSM എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്ലെൻസിങ് എന്ന് പറയുന്നത്, സി എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അത് നമ്മുടെ ഫേസിനെ ഫുള്ള് ക്ലീൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ക്ലെൻസിങ് ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ് ഓരോ ക്ലെൻസിങ് നമ്മൾ ചെയ്യുന്നത്. ക്ലെൻസിങ്
ചെയ്യാനുള്ള ക്ലെൻസറും കാര്യങ്ങളും നമുക്ക് ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമുക്ക് വാങ്ങാനായിട്ട് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോണിംഗ് ആണ്. അത് നമ്മുടെ സ്കിന്നിലെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് ടോണർ നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണർ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ടോണർ ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പോഴ്സിനെയൊക്കെ മിനിമൈസ് ചെയ്ത് നമുക്ക് സ്കിന്നിനെ ബാലൻസ് ചെയ്യാനായിട്ട് ടോണർ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിറം ആണ്. സിറം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചാണ് നമ്മൾ സിറം യൂസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ സ്കിന്നിന്റെ ടൈപ്പ് അനുസരിച്ച് നമുക്ക് ഓരോ സിറം നമ്മൾ യൂസ് ചെയ്യും. ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സിറം നമ്മൾ ഒരിക്കലും നോർമൽ സ്കിന്നിന് യൂസ് ചെയ്യത്തില്ല. അപ്പൊ സ്കിൻ റിക്വയർമെന്റ്സ് അനുസരിച്ചാണ് നമുക്ക് സിറം നമ്മൾ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിംഗ് ആണ്. മോയ്സ്ചറൈസിംഗ് നമുക്ക് ഡേ മേക്കപ്പിലായിരുന്നാലും ഡെയിലി റൊട്ടീനിലായിരുന്നാലും അതുപോലെ തന്നെ ബ്രൈഡൽ മേക്കപ്പ് ടൈമിലായിരുന്നാലും മോയ്സ്ചറൈസിംഗ് മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ ഒരു സ്കിൻ ടോൺ കെയർ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്ലെൻസിങ്ങും ടോണിങ്ങും മോയ്സ്ചറൈസറും സിറം ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന്റെ മെയിൻ ഒന്നാണ് ഈ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. മോയ്സ്ചറൈസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കുക. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്. നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, സീ യു.